പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ UK യാത്രയിലും ക്രമക്കേട് കണ്ടെത്തി വിജിലൻസ്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് വി ഡി സതീശന് UK പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. എന്നാൽ ഈ യാത്രാനുമതിയാണ് UK പോയി ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തത്. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, നേരത്തെ തന്നെ പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ മണപ്പാട്ട് ഫൗണ്ടേഷനുമായി നടത്തിയത് അവിശുദ്ധ ബന്ധമാണ്, അവിശുദ്ധ ഇടപാടാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UK യാത്ര ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് അനുമതി നേടിയത്. പക്ഷേ അവിടെ പോയി പണപ്പിരിവ് നടത്തി. എത്ര രൂപ പിരിച്ചു, അത് എങ്ങനെ വിനിയോഗിച്ചെന്നതിൽ പോലും വ്യക്തമാക്കാൻ വി ഡി സതീശന് കഴിയുന്നില്ല. വളരെ കൃത്യമായൊരു തട്ടിപ്പ് ആസൂത്രണം ചെയ്താണ് വി ഡി സതീശൻ UK പോയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായും സിജു, ഓരോ ദിവസവും ഇതിന്റെ കൂടുതൽ കള്ളികൾ വി ഡി സതീശൻ നടത്തിയിട്ടുള്ള യാത്രയുടെ കൂടുതൽ പൊള്ളത്തരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഇതിന്റെ യാത്ര, അതായത് സതീശൻ UK പോയതുമായി ബന്ധപ്പെട്ടുള്ള യാത്ര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ്, ആ ക്ലിയറൻസിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നു. അതായത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് വി ഡി സതീശന് UK പോകാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത്. അതിന്റെ രേഖകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് അതൊരു തീർത്തും സ്വകാര്യ സന്ദർശനം എന്ന നിലയിലാണ് കേന്ദ്രത്തിൽ നിന്നും അനുമതി വാങ്ങി UK വി ഡി സതീശൻ പോയിരുന്നത്. പക്ഷേ വി ഡി സതീശൻ അവിടെ എത്തിയതിനു ശേഷം പണപ്പിരിവിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങോട്ടേക്ക് UK പോകുന്നതിനും തിരികെ വരുന്നതിനും കോംപ്ലിമെന്ററി ടിക്കറ്റ് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തത് അത് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് എന്നുള്ള കാര്യമാണ്. അത് മണപ്പാട് ഫൗണ്ടേഷന്റെ ചെയർമാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വിജിലൻസിന് നൽകിയ മൊഴിയിൽ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ടാക്സുകൾ അടച്ചിരിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷന്റെ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ ടിക്കറ്റ് എടുത്തു നൽകിയത് എന്നുള്ളത് അതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ നൽകിയ അനുമതി, അതിനെ പോലും യാത്രയുടെ അനുമതിയെ പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു പണപ്പിരിവിന് വേണ്ടിയിട്ടുള്ള നീക്കം അവിടെ പോയി നടത്തിയിരിക്കുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള പണമാകട്ടെ അതിന് കൃത്യമായിട്ടുള്ള ചെലവാക്കിയതിനുള്ള രേഖകൾ പോലും കാണിക്കാൻ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇതിൽ വന്നിട്ടുള്ള തുകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എത്ര വീടുകൾ വെച്ചുവെന്നോ അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ ഏതൊക്കെ അക്കൗണ്ടുകൾ മുഖേന വന്നുവെന്നോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. പക്ഷേ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൃത്യമായ രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ 2 അക്കൗണ്ടുകളിലൂടെയാണ് ഈ പണം സ്വരൂപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം, പണമിടപാട് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇന്നിപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരമാണ് ഇതിൽ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഇടപെടേണ്ട കേസെന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിലെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തിയത്. യാത്ര പറഞ്ഞത് യാത്രയ്ക്ക് അനുമതി നൽകിയതിന് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും. പക്ഷേ അവിടെ പോയി പണപ്പിരിവാണ് വി ഡി സതീശൻ നടത്തിയത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ വലിയ തരത്തിലുള്ള ഗുരുതരമായ കുറ്റമാണ് വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും അതിലൊരു തരത്തിലുള്ള സംശയമില്ല സിജു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വാങ്ങിയ അനുമതി എന്തിനാണോ ആ അനുമതി ഉപയോഗിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് വി ഡി സതീശൻ കടന്നിരുന്നത് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതമുണ്ട്. കാരണം അവിടെ എത്തിയതിനു ശേഷം ഏകദേശം 500 പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുന്ന വീഡിയോ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ആ രീതിയിൽ പുറത്തു വന്ന വീഡിയോ തന്നെ തെളിവാണ് ഏത് രീതിയിലാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയ അനുമതി ദുരുപയോഗം ചെയ്തത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നടക്കമുള്ള ഒരു ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒന്ന്, ഈ യാത്രയ്ക്ക് നൽകിയ അനുമതി അത് ദുരുപയോഗം ചെയ്തു. മറ്റൊന്ന് പണപ്പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് FCRI അക്കൗണ്ട് വരെ, മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRI അക്കൗണ്ട് വരെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വി ഡി സതീശനെതിരെയും മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാനെതിരെയും ഈ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള ശുപാർശയിലേക്ക് വിജിലൻസ് എത്തിയത് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്ര അടിമുടി ദുരൂഹത നിലനിൽക്കുന്നു. ഈ യാത്രയിലൂടെ നടത്തിയ ആ പണപ്പിരിവിനാകട്ടെ, ആ പണം സ്വരൂപിച്ചതിന് ചെലവാക്കിയതിന് പോലും കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിൽ ഇപ്പോഴും വ്യക്തത വരുത്താൻ വി ഡി സതീശന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനവും സിജു.